തെരഞ്ഞെടുപ്പ് ദിവസവും തൊട്ട് തലേ ദിവസവുമൊക്കെ CPM കേന്ദ്ര കമ്മിറ്റി അംഗവും LDF കൺവീനറുമായ EP ജയരാജനുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ CPM അണികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിൽ വോട്ടിങ്ങിൽ പോളിംഗ് ശതമാനത്തിൽ കുറവ് വരുന്ന സമയത്ത് അത് UDF വോട്ടിലാണ് കുറവ് വരുന്നത് എന്നായിരുന്നു പൊതുവെയുള്ള നിഗമനം. പക്ഷേ ഇത്തവണ വ്യാപകമായ തോതിൽ CPMലെ പല പ്രധാന പ്രവർത്തകരും അണികളും ഒന്നും തന്നെ വോട്ട് ചെയ്യാൻ പോയില്ല എന്നാണ് നമുക്ക് ബൂത്തുകളിൽ നിന്ന് കിട്ടുന്ന വിവരം. ഇതിനൊരു പ്രധാന കാരണം EP ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദം. ആ വിവാദം അണികളിലുണ്ടാക്കിയ ആഘാതമാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു. കാരണം CPMൻ്റെ അംഗീകാരം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. 2026 ആവുമ്പോഴേക്ക് CPMന് പാർലമെൻറ്റിലും നിയമസഭകളിലൊക്കെ ഒരു ദേശീയ പാർട്ടി എന്ന നിലയിലുള്ള അംഗീകാരം കിട്ടണമെങ്കിൽ മതിയായ വോട്ടിംഗ് ശതമാനവും അതുപോലെ തന്നെ പാർലമെൻറ്റ് അംഗങ്ങളുടെ സീറ്റും വേണമെന്നുള്ളൊരു നിബന്ധന, ആ നിബന്ധന മറികടക്കാനുള്ള ശ്രമത്തിലായിരുന്നു പാർട്ടി. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇലക്ഷൻ സമയത്ത് വന്ന വിവാദങ്ങൾ പാർട്ടിയെ വീണ്ടും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. BJP നേതാക്കളുമായി, പ്രധാനമായും BJP ദേശീയ നേതൃത്വവുമായി EP ജയരാജൻ ചർച്ച നടത്തി എന്നുള്ളതാണ് CPMനെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രതിരോധത്തിലാക്കിയത്. അതേസമയത്ത് പാർട്ടി ഈ വക കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തന്നെ പിണറായി വിജയൻ EPക്കെതിരായിട്ടുള്ള പ്രസ്താവന നടത്തുകയും ചെയ്തു. അതും വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനറും എന്ന നിലയ്ക്ക് ഏറ്റവും സുപ്രധാനമായ പദവിയിലിരിക്കുന്ന ആളാണ് EP ജയരാജൻ. തന്നേക്കാൾ ജൂനിയറായ MV ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി ആക്കിയത് മുതൽ തന്നെ അദ്ദേഹം തൻ്റെ പ്രതിഷേധം ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന് മത്സരിക്കാൻ സീറ്റ് കിട്ടിയിരുന്നില്ല. അങ്ങനെ കേരളത്തിലൊരു പ്രമുഖനായ CPM നേതാവിനെ, അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ ശക്തനായ ഒരു നേതാവിനെ CPM ഒരു സൈഡ് ലൈൻ ചെയ്തു എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം BJPക്ക് പോകാൻ ശ്രമിച്ചത്. പക്ഷേ പാർട്ടിക്കകത്തുനിന്ന് ശക്തമായ ഭീഷണി ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ നിലപാട് മാറ്റിയതെന്നാണ് സൂചന. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് 5 or 6 സീറ്റ് എങ്ങനെയെങ്കിലും നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു CPMൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിനായിട്ടുള്ളൊരു ശക്തമായ പ്രവർത്തനമാണ് അവർ നടത്തിയിരുന്നത്. ഒരുപക്ഷേ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം ശക്തമായിട്ട് നിലനിന്നിരുന്നു എന്നുള്ളത് തന്നെ CPMന് അറിയാമായിരുന്നു. പക്ഷേ അതിനെ മറികടക്കാനാണ് പല തന്ത്രങ്ങൾ CPM ആവിഷ്കരിച്ചിരുന്നത്. ഒന്നാമത്തേത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള പ്രക്ഷോഭമായിരുന്നു. ഈ പ്രക്ഷോഭത്തിൽ അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള നീക്കങ്ങളിൽ കോൺഗ്രസ് ആത്മാർത്ഥത കാണിച്ചില്ല എന്നാണ് CPM ആരോപിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ന്യൂനപക്ഷത്തിന് വേണ്ടി ഏറ്റവും നിലകൊള്ളുന്നൊരു പാർട്ടി ഞങ്ങളാണെന്ന് വ്യക്തമാക്കാനാണ് CPM ശ്രമിച്ചിരുന്നത്. അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ ഗാസയിലെ പ്രശ്നം അല്ലെങ്കിൽ പലസ്തീൻ പ്രശ്നം. ആ പലസ്തീൻ പ്രശ്നത്തിലും വളരെ ശക്തമായ നിലപാടാണ് CPM കൈക്കൊണ്ടിരുന്നത്. മുസ്ലിം അനുകൂലമായ നിലപാടാണ് കൈക്കൊണ്ടിരുന്നത്. പലപ്പോഴും കോൺഗ്രസിനകത്തുനിന്ന് ശശി തരൂരിനെ പോലുള്ളവർ ഹമാസിനെ വരെ അപലപിക്കാൻ, അതായത് മുസ്ലിം തീവ്രവാദി സംഘടന അല്ലെങ്കിൽ പലസ്തീൻ തീവ്രവാദി സംഘടനയായ ഹമാസിനെ അപലപിക്കാൻ തയ്യാറായ നിലയ്ക്ക് കോൺഗ്രസിനേക്കാൾ കൂടുതൽ ശക്തമായിട്ട് ഇസ്രായേലിനെ എതിർക്കുന്നത് ഞങ്ങളാണ് എന്ന് വരുത്തി തീർത്തൊരു മുസ്ലിം വോട്ട് നേടാനുള്ള ശ്രമമായിരുന്നു CPM നടത്തിയിരുന്നത്. അങ്ങനെ പരമാവധി മുസ്ലിം പ്രീണനം നടത്തി ന്യൂനപക്ഷ വോട്ടുകൾ പരമാവധി നേടുക എന്നുള്ളതായിരുന്നു CPMൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ വടകര, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ മണ്ഡലങ്ങൾ, അതേപോലെ തന്നെ പൊന്നാനിയിൽ സുന്നികളിലെ വലിയൊരു വിഭാഗത്തിൻ്റെ അനുഗ്രഹാശിസ്സുകളോടുകൂടി നിർത്തിയ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു പൊന്നാനിയിൽ CPM ടിക്കറ്റിൽ തന്നെ മത്സരിച്ചത്. അദ്ദേഹം നേരത്തെ മുസ്ലിം ലീഗിൻ്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ സുന്നി അണികളിലിടയിൽ വരെ അല്ലെങ്കിൽ സുന്നി നേതൃത്വത്തിനിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ വരെ സ്വാധീനമുണ്ടാക്കി പരമാവധി ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിച്ച് പരമാവധി സീറ്റുകൾ നേടുക എന്നുള്ളതായിരുന്നു CPMൻ്റെ ലക്ഷ്യം. സുന്നി പ്രശ്നത്തിൽ മുതലെടുത്ത് വളരെ വിദഗ്ധമായിട്ടാണ് മുസ്ലിം വോട്ട് നേടാൻ വേണ്ടി CPM ശ്രമിച്ചിരുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ മുസ്ലിങ്ങളിലെ സുന്നി വിഭാഗത്തിലെ പിളർപ്പുണ്ടായി 1989. അന്ന് മുതലൊരു വിഭാഗം CPMൻ്റെ കൂടെയുണ്ട്. പക്ഷേ അവർക്ക് മുസ്ലിം ജനസാമാന്യത്തിൽ സുന്നി വിഭാഗത്തിൽ കാര്യമായ സ്വാധീനമുണ്ടായിരുന്നില്ല, പക്ഷേ ഒട്ടൊക്കെ സ്വാധീനമുണ്ടായിരുന്നു. അങ്ങനെ അരിവാൾ സുന്നി എന്ന രീതിയിലാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ളൊരു വിഭാഗം അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ EK സുന്നി ശക്തമായിട്ടും ഒരു മുസ്ലിം ലീഗുമായിട്ട് വളരെ ഒരു ബന്ധം, ഒരു പൊക്കിൾക്കൊടി ബന്ധം അവർ തമ്മിലുണ്ടായിരുന്നു. പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് സുന്നികളിലിടയിൽ തന്നെ കടന്നു കയറാനാണ് CPM ശ്രമിച്ചത്. അതിൽ ഒരു പരിധിവരെ അവർ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ കേരളത്തിലെ ശക്തമായ
സുന്നികളുടെ ഔദ്യോഗിക സംഘടനയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ വരെ തങ്ങൾക്ക് സ്വാധീനമുണ്ട്. കാരണം CPMൻ്റെ ഈ ഒരു സ്വാധീനത്തിനെതിരായിട്ട് മുസ്ലിം ലീഗ് നേതാക്കൾ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. PMA സലാം പോലുള്ള മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പോലുള്ള നേതാക്കൾ പറഞ്ഞത് മുഖ്യമന്ത്രി ഒന്ന് ഫോണിൽ വിളിച്ചാൽ അതിലേറ്റവും അധികം സന്തോഷിക്കുന്ന, മറ്റെല്ലാ പ്രശ്നങ്ങളും വിട്ട് ഇതാണ് ഏറ്റവും വലുത് എന്ന് സന്തോഷിക്കുന്ന ആളുകളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിലുള്ളത് എന്നുവരെ ഉള്ളൊരു ആരോപണം മുസ്ലിം ലീഗിന് ഉന്നയിക്കേണ്ടി വന്നത് ഈ CPMമായിട്ട് സുന്നികൾക്കുണ്ടായിരുന്ന ബന്ധമാണ്. അങ്ങനെ വളരെ വിദഗ്ധമായിട്ട് സുന്നികളുടെ നേതൃത്വത്തിൽ വരെ തങ്ങളുടെ സ്വാധീനമുണ്ടാക്കി മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നേടാം എന്നുള്ളൊരു നീക്കം അല്ലെങ്കിൽ എന്നുള്ളൊരു കൂട്ടായ ശ്രമം, കാര്യമായ ശ്രമം, നിരന്തരമായ ശ്രമം CPM നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് UDFന് വളരെ നന്നായി മുതലെടുക്കാൻ പറ്റുന്ന രീതിയിൽ EP ജയരാജനും BJPയും തമ്മിലുള്ള ചർച്ചകൾ നടക്കുന്നത്. അതിൻ്റെ ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട മറ്റു പല വിവാദങ്ങളായിരിക്കാം ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നത്. കാരണം BJPയായിട്ട് പല നേതാക്കന്മാരും ഇപ്പോൾ തന്നെ ശശി തരൂർ BJP നേതൃത്വമായി സംസാരിച്ചിരുന്നുവെന്നും അദ്ദേഹം അമിത്ഷായായിട്ട് സംസാരിച്ചിരുന്നതും, പക്ഷേ മോഡി അതിന് ശശി തരൂർ കോൺഗ്രസിലേക്ക് BJPയിലേക്ക് വരുന്നതിന് അനുവദിച്ചില്ലെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ K സുധാകരൻ സമീപിച്ചിരുന്നു, K മുരളീധരൻ സമീപിച്ചിരുന്നു എന്നൊക്കെയുള്ള വാർത്തകളുണ്ട്. പക്ഷേ ഇതൊന്നും പരസ്യമായ വാർത്തകളല്ല, ഇതൊക്കെ കുറേ യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷേ ഇതൊന്നും തന്നെ ഒരു പാർട്ടി എന്ന നിലയിൽ BJP ഇങ്ങനെ നടത്തിയ അനൗപചാരികമായ ചർച്ചകളുടെ വിവരം ഒരിക്കലും ഒരു ജെൻറ്റിൽമാൻ സ്പിരിറ്റിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു പരസ്പര ധാരണയുടെ പേരിൽ ഇങ്ങനെയുള്ള ചർച്ചകളുടെ വിവരങ്ങൾ പുറത്തു വിട്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടാണ് EP ജയരാജൻ BJP നേതാക്കളുമായിട്ട്, പ്രത്യേകിച്ച് ജാവ്ദേക്കറുമായിട്ടൊക്കെ ചർച്ച നടത്തിയതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇത് കൂടുതൽ CPMൽ ആഘാതം ഏൽപ്പിച്ചിരിക്കുകയാണ്. കാരണം CPMൻ്റെ ഒരു ക്രെഡിബിലിറ്റിക്ക്, മുസ്ലിം ന്യൂനപക്ഷത്തിന് വേണ്ടി ശക്തമായി നിലകൊള്ളുന്ന പാർട്ടിയൊന്നും BJPയുമായിട്ട് ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള നീക്കുപോക്കുകൾ നടത്താത്ത പാർട്ടിയെന്ന നിലയിലുള്ളൊരു ക്രെഡിറ്റ് CPMനുണ്ടായിരുന്നു. അതിലുള്ളൊരു ക്ഷീണമാണിപ്പോൾ. ഒരു പക്ഷേ നമ്മളെല്ലാവരും പെട്ടെന്ന് ധരിച്ചിരിക്കുക പോളിംഗ് കുറഞ്ഞു എന്ന സമയത്ത് അത് UDFൻ്റെ വോട്ടാണ് കുറഞ്ഞത് എന്നാണ്. പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ CPMൻ്റെ സജീവമായ പ്രവർത്തകർ അവർ വളരെ നിരാശരാണ്. അവരിലൊരു ആശയക്കുഴപ്പം, ഒരുപക്ഷേ ഇനി പാർട്ടി ബ്രാഞ്ച് തലത്തിലും ഏരിയ തലത്തിലും ജില്ലാ തലത്തിലും മേഖലാ തലത്തിലും ഒക്കെ മീറ്റിങ്ങുകൾ വിളിച്ചുകൂട്ടി വിശദീകരിച്ച് ആളുകളെ ചിലപ്പം കൺവിൻസ് ചെയ്യുമായിരിക്കാം. പക്ഷേ ഇന്നത്തെ നിലയ്ക്ക് CPMൻ്റെ അണികളിൽ അവരുടെ ഏറ്റവും പ്രമുഖനായ നേതാവ്, കേന്ദ്ര കമ്മിറ്റി അംഗം ആയ ആളുകൾ, അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനറായിട്ടുള്ള ആൾ, അദ്ദേഹം ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയത് CPM അണികളെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം അവരുടെ ആശയക്കുഴപ്പമുണ്ട്. തൊട്ട് മുമ്പും EP ജയരാജൻ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അദ്ദേഹം നടത്തിയത് BJPയുടെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ മികച്ച സ്ഥാനാർത്ഥികളാണ് എന്നൊരു പ്രസ്താവനയാണ് നടത്തിയത്. ഇതിനെ പരമാവധി മുതലെടുക്കാൻ UDFും ശ്രമിച്ചു. കാരണം വടകര, കണ്ണൂർ പോലുള്ള മണ്ഡലങ്ങളിലൊക്കെ ന്യൂനപക്ഷങ്ങളുടെ നല്ല കേന്ദ്രീകരണമുള്ള മണ്ഡലങ്ങളിൽ CPM ന്യൂനപക്ഷ വോട്ട് പിടിച്ചെടുക്കും എന്ന് സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ അതിനെതിരായിട്ട് CPMനെതിരായിട്ട് CPM BJPയുമായിട്ട് ഒരു രഹസ്യധാരണയുണ്ട്, അല്ലെങ്കിൽ CPMലൊരു നേതാവ് BJPയായിട്ട് ചർച്ച നടത്തുന്നു എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പുകമറ സൃഷ്ടിക്കുന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമാണ്. അതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റാൻ അവർ ശ്രമിച്ചു. അദ്ദേഹം LDF കൺവീനറല്ല, മറിച്ച് BJP മുന്നണിയുടെ കൺവീനറെ പോലെയാണ് EP ജയരാജൻ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ആ സമയത്തൊക്കെ CPMൻ്റെ ഔദ്യോഗികമായ ചുമതല വഹിക്കുന്ന ആളാണ് EP ജയരാജൻ. അദ്ദേഹത്തിനെതിരെ യാതൊരു നടപടിയെടുത്തിരുന്നില്ല, സസ്പെൻഷൻ നടപടിയെടുത്തിരുന്നില്ല, പാർട്ടി അതിനെക്കുറിച്ച് ആലോചിച്ചു പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പരിതസ്ഥിതിയിൽ പരമാവധി കൺഫ്യൂഷൻ, ആശയക്കുഴപ്പം CPM അണികളിൽ ഉണ്ടാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചിരുന്നു. അതേപോലെ തന്നെ ഈ സംഭവ വികാസങ്ങൾ അങ്ങനെ ഒരു ആശയക്കുഴപ്പം അവരിലുണ്ടായി. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഒരുപക്ഷെ മറ്റ് പല ഘടകങ്ങളും, വോട്ടിംഗ് കുറഞ്ഞതിൽ മറ്റ് പല ഘടകങ്ങളുണ്ടെങ്കിലും CPMൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായ ഒരു വോട്ടിംഗ് ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ കേരളത്തിൽ ഇലക്ഷൻ തൊട്ട് മുമ്പ് UDFന് 2019 പോലുള്ളൊരു ക്ലീൻ സ്വീപ്പ് ഉണ്ടാവില്ല, LDFന് പരമാവധി 6-7 സീറ്റുകൾ നേടിയെടുക്കാം എന്നൊരു ധാരണ LDF നേതൃത്വത്തിനും CPM നേതൃത്വത്തിനും ഉണ്ടായിരുന്നു. പക്ഷേ ആ ധാരണകൾക്ക് ഏറ്റ തിരിച്ചടിയാണ് പുതിയ സംഭവവികാസങ്ങൾ. ഏതായാലും EP ജയരാജൻ്റെ വഴി പുറത്തേക്ക് തന്നെയാണ്. അദ്ദേഹത്തിന് ഇനി പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിട്ടില്ലെങ്കിൽ പോലും
അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു മാന്യമായൊരു അക്കോമഡേഷൻ അദ്ദേഹത്തിന് കിട്ടില്ല. അദ്ദേഹം ഏതാണ്ട് രാഷ്ട്രീയം ഉപേക്ഷിക്കേണ്ടി വരും. കാരണം അദ്ദേഹത്തെ പോലത്തുള്ളൊരു നേതാവിന് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ CPM നിന്ന് വിട്ട് BJP ചേർന്ന് സജീവമായി നിലനിന്ന് പോവുക എന്നുള്ളത് പ്രായോഗികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപക്ഷെ രാഷ്ട്രീയം തന്നെ ഉപേക്ഷിക്കേണ്ടി വരും എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്.